പൈസ ഒരു കോയിൻ തന്നെയാണ്. കണ്ടോ, 1 രൂപ കോയിനാണ്. ഈ കോയിനുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയിലിടാൻ വേണ്ടിയുള്ള പൈസയാണ്. ഞാൻ എന്താ സംഭവം എന്നറിയോ, ഇങ്ങനെ 1 രൂപയൊക്കെ ഉണ്ടല്ലോ, 1 രൂപ 2 രൂപ 5 രൂപയൊക്കെ ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കും. മാറ്റി വെച്ചേച്ച് വഴിയരികിലുള്ള പാവങ്ങളില്ലേ, അവർക്ക് കൊടുക്കും. ഒരാൾക്ക് ഇത്രയും പൈസ കൊടുത്താൽ അവർക്കൊരു നല്ലതാകണമല്ലോ. അങ്ങനെ 5 രൂപ, ചിലപ്പം 10 രൂപ കിട്ടും. 20 രൂപ ഒന്നുമില്ല കേട്ടോ, കിട്ടുന്നത് 2 രൂപ. 2 രൂപ ആകുമ്പോൾ 2 രൂപ തന്നെയായിരിക്കും. ഇതിപ്പോൾ 1 രൂപയാണ്. 1 രൂപ. പിന്നെ ഇങ്ങനത്തെ പൈസകളാണ്. അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഓരോരുത്തർക്ക് കൊടുക്കും. പാവങ്ങളായിട്ടുള്ള വയസ്സായിരിക്കുന്നവർക്ക് കൊടുക്കും. എൻ്റെ ഒരു ചെറിയ കൈത്താങ് അവർക്ക് കിട്ടട്ടെ. നമ്മളെന്തേലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. ആവുന്നത്, നമ്മളെ കൊണ്ട് ആവുന്നത് ഇതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ വലിയ ആഭ്യന്തര കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പറ്റുള്ളൂ. അതിനുവേണ്ടി എടുത്തു വെച്ച പൈസയാണിത്. താഴെ പോയി. അങ്ങോട്ട് പോകുമ്പോൾ കൊടുക്കണം. ഓരോ ദിവസം ഞാൻ ഓരോരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കും. ഇത് കുറച്ച് അരിയാണ്. അരി ഇത് കണ്ടോ, ഇത് അരിയാണ്. ഇതൊരാൾക്ക് കൊടുക്കാനാണ്, എനിക്കല്ല, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കാം. ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കും. അതാണ് കാര്യങ്ങൾ. കണ്ടോ, ഇതാണ് എൻ്റെ കാര്യങ്ങൾ. എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും അതിലൊരു പങ്ക് സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. അതാണ് ഞാൻ. മനസ്സിലായോ?